വിശ്വാസം അത് എത്രത്തോളം ശക്തമായിരിക്കണം. സഹനത്തിന്റെ ഒരു തീ കടലിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ, നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നമ്മുടെ കൺമുന്നിൽ നിന്ന് ഇല്ലാതാവുമ്പോൾ ഒരു മനുഷ്യന് തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമോ? അത്തരം ചില കഠിനമായ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ഇയ്യോബിന്റെ ആ അവിശ്വസനീയമായ പരീക്ഷണത്തിന്റെ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥയിലെ പ്രധാന വ്യക്തി, ഇയ്യോബ്. എല്ലാ അർത്ഥത്തിലും വളരെ നല്ലൊരു ജീവിതം നയിക്കുന്ന, അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചൊരാൾ. അദ്ദേഹത്തിന്റെ സമ്പത്ത് എത്ര വലുതായിരുന്നു എന്നറിയാൻ ഈ കണക്കുകൾ മാത്രം മതി. നോക്കൂ, 7000 ആടുകൾ. അന്നത്തെ കാലത്ത് ഇതൊരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര വലിയൊരു സ്വത്താണ്. അതുപോലെ തന്നെ 3000 ഒട്ടകങ്ങൾ. മരുഭൂമിയിലെ യാത്രയ്ക്കും കച്ചവടത്തിനുമൊക്കെയായി ഒട്ടകങ്ങൾ അത്രയേറെ വിലപിടിപ്പുള്ളതായിരുന്നു. മരുഭൂമിയിലെ കപ്പലുകൾ എന്നാണ് അവയെ പറഞ്ഞിരുന്നത്. തീർന്നില്ല, കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കുമായി 1000ഓളം കാളകളും കഴുതകളും വേറെ. ചുരുക്കിപ്പറഞ്ഞാൽ കിഴക്കൻ ദേശങ്ങളിലെ ഏറ്റവും വലിയ ധനികന്മാരിലൊരാളായിരുന്നു ഇയ്യോബ്. അദ്ദേഹത്തിന്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും തികഞ്ഞതായിരുന്നു. പക്ഷേ ഇയ്യോബിന്റെ ഈ സമ്പൂർണ്ണ ജീവിതം ഇവിടെ ഭൂമിയിൽ നിന്ന് ഒരുപാട് മുകളിൽ സ്വർഗത്തിൽ ഒരു വലിയ വാദപ്രതിവാദത്തിന് കാരണമാകാൻ പോവുകയായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, സ്വർഗീയ സദസ്സിൽ ദൈവം സാത്താനോട് ഇയ്യോബിനെക്കുറിച്ച് എത്ര അഭിമാനത്തോടെയാണ് സംസാരിക്കുന്നത്. ഭൂമിയില് അവനെപ്പോലെ നേരുള്ളവനായിട്ട് വേറെ ആരുമില്ല എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷെ സാത്താൻ അവിടെ ഒരു സംശയം ഉന്നയിക്കുകയാണ്. ഇയ്യോബിന്റെ ഈ ഭക്തിയൊക്കെ ആത്മാർത്ഥമായിട്ടാണോ, അതോ ദൈവം ഇത്രയധികം സമ്പത്തും അനുഗ്രഹങ്ങളും കൊടുത്തതുകൊണ്ട് മാത്രമാണോ അവൻ നല്ലവനായിരിക്കുന്നത്? ആ വേലിക്കെട്ടൊന്ന് മാറ്റി നോക്കിയാൽ അവൻ അങ്ങയെ തള്ളിപ്പറയില്ലേ? ഇതായിരുന്നു സാത്താന്റെ ചോദ്യം. അങ്ങനെ ആ ചോദ്യത്തിനുത്തരം കണ്ടെത്താൻ ഒരു പരീക്ഷണത്തിന് ദൈവം അനുവാദം കൊടുക്കുന്നു. ഇയ്യോബിന്റെ ജീവനൊഴികെ അവനുള്ളതെല്ലാം എടുത്തു പരീക്ഷിക്കാൻ സാത്താന് അധികാരം കിട്ടുവാണ്. അങ്ങനെ ആ പരീക്ഷണം തുടങ്ങി. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വേഗത്തിലാണ് ഇയ്യോബിന്റെ ലോകം അപ്പാടെ തകർന്നടിയുന്നത്. ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു അത്. ആദ്യത്തെ ദൂതൻ ഓടിക്കിതച്ചു വന്ന് പറയുന്നു, ശേബക്കാർ വന്ന് കാളകളെയും കഴുതകളെയും കൊണ്ടുപോയി വേലക്കാരെ എല്ലാം കൊന്നുകളഞ്ഞെന്ന്. ആ വാർത്തയുടെ ഞെട്ടൽ മാറും മുന്നേ അടുത്ത ദൂതൻ എത്തുന്നു. ആകാശത്തുനിന്ന് തീ വീണ് 7000 ആടുകളും ഇടയന്മാരും വെന്തുപോയി എന്നായിരുന്നു രണ്ടാമത്തെ വാർത്ത. ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ. മൂന്നാമത്തെ ദൂതൻ വന്നു പറയുന്നു, കൽദായർ വന്ന് 3000 ഒട്ടകങ്ങളെയും പിടിച്ചുകൊണ്ടുപോയെന്ന്. ഇയ്യോബിന്റെ സമ്പത്തിന്റെ ഓരോ തൂണും ഇല്ലാതാവുകയാണ്. ഒടുവിൽ ഒരു മനുഷ്യന് താങ്ങാനാവുന്നതിലും അപ്പുറമുള്ള ആ വാർത്തയെത്തി. അദ്ദേഹത്തിന്റെ 10 മക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന വീടിനു മുകളിൽ വലിയൊരു കാറ്റടിച്ച് വീട് തകർന്ന് അവരെല്ലാവരും മരിച്ചുപോയി. സമ്പത്തെല്ലാം പോയതിനേക്കാൾ വലിയൊരാഘാതം. ഒന്നാലോചിച്ചു നോക്കൂ, ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥ. പക്ഷെ ആ സാഹചര്യത്തില് ഇയ്യോബ് ചെയ്തത് അവിശ്വസനീയമായ ഒരു കാര്യമായിരുന്നു. അവൻ എഴുന്നേറ്റ് ദുഃഖത്തിന്റെ അടയാളമായി വസ്ത്രം കീറി തല മുണ്ഡനം ചെയ്ത ശേഷം നിലത്ത് വീണ് ദൈവത്തെ ആരാധിച്ചു. ഇത്ര വലിയ നഷ്ടങ്ങൾക്കിടയിലും അവന്റെ വിശ്വാസത്തിനൊരു പോറൽ പോലും ഏറ്റില്ല. അവൻ ദൈവത്തെ പഴിച്ചില്ല, ഒരു വാക്കുകൊണ്ടുപോലും പാപം ചെയ്തില്ല. പക്ഷെ സാത്താൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ പുതിയൊരു വാദവുമായി വന്നു. തോലിനു പകരം തോൽ. അതായത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ എന്തും ത്യജിക്കും. ഇയ്യോബിന്റെ ശരീരത്തെ തന്നെ വേദനിപ്പിച്ചാൽ അവൻ ഉറപ്പായും ദൈവത്തെ തള്ളിപ്പറയുമെന്ന് സാത്താൻ വാദിച്ചു. സാത്താന്റെ വാദം ശരിക്കും ഇതായിരുന്നു: സമ്പത്തും മക്കളും ഒക്കെ നഷ്ടപ്പെടുന്നത് ഒരു വശം, പക്ഷെ സ്വന്തം ശരീരത്തിൽ വേദനിക്കുമ്പോൾ, ഓരോ നിമിഷവും ദുരിതം അനുഭവിക്കുമ്പോൾ, അപ്പോഴാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ പരീക്ഷണത്തിന്റെ അടുത്ത ഘട്ടം തുടങ്ങി. ഇയ്യോബിന്റെ ശരീരം മുഴുവൻ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വേദനിക്കുന്ന വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഇത് പുറമേയുള്ള ഒരു നഷ്ടമായിരുന്നില്ല, ഓരോ നിമിഷവും അവനെ കാർന്നു തിന്നുന്ന കഠിനമായ വേദനയായിരുന്നു. അവന്റെ ആ ദുരിതം കണ്ട് സ്വന്തം ഭാര്യയ്ക്ക് പോലും സഹിക്കാനായില്ല. ഒരുപക്ഷേ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവള് അവനോട് പറഞ്ഞു, ഇനിയും ഈ നിഷ്കളങ്കതയൊക്കെ വേണോ? ദൈവത്തെ ശപിച്ച് ഈ വേദനയൊന്ന് അവസാനിപ്പിച്ചൂടെ? മരിക്കെങ്കിലും ചെയ്. ജീവിതത്തില് ഏറ്റവും തകർന്നിരിക്കുന്ന ആ അവസ്ഥയില് അവന്റെ ദുരന്തത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് 3 സുഹൃത്തുക്കൾ അവനെ കാണാനായി എത്തുന്നുണ്ട്. ഒരുപക്ഷേ കുറച്ച് ആശ്വാസവാക്കുകൾക്കായി അവൻ കാത്തിരുന്നിരിക്കാം. പക്ഷെ അവനെ കണ്ടതും അവർ ഞെട്ടിപ്പോയി. അത് തങ്ങളുടെ പഴയ സുഹൃത്താണെന്നവർക്ക് തിരിച്ചറിയാൻ പോലും കഴിഞ്ഞില്ല.
അവന്റെ അവസ്ഥ കണ്ട് എന്ത് പറയണമെന്നറിയാതെ അവർക്ക് വാക്കുകൾ കിട്ടിയില്ല. അതുകൊണ്ട് 7 ദിവസം രാവും പകലും ഒരക്ഷരം മിണ്ടാതെ അവർ അവനോടൊപ്പം ആ മണ്ണിലിരുന്നു. ആ 7 ദിവസത്തെ ഭയാനകമായ നിശബ്ദതയ്ക്ക് ശേഷം ഇയ്യോബ് ഒടുവിൽ സംസാരിച്ചു തുടങ്ങി. പക്ഷേ അവൻ ദൈവത്തെയല്ല ശപിച്ചത്, മറിച്ച് താൻ ജനിച്ച ദിവസത്തെയാണ്. എന്തിനാണ് ഞാൻ ജനിച്ചത്? എന്തിനാണെനിക്ക് ഈ ദുരിതം? അവന്റെ ഉള്ളിലെ ആഴത്തിലുള്ള വേദനയുടെ ആദ്യത്തെ പൊട്ടിത്തെറിയായിരുന്നു അത്. ഇവിടെ നിന്നാണ് സഹനത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള ഇയ്യോബിന്റെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. ആ ചോദ്യങ്ങൾ ശരിക്കും നമ്മളോടുകൂടിയാണ്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടമായാൽ, നമ്മുടെ വിശ്വാസം കഠിനമായി പരീക്ഷിക്കപ്പെട്ടാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഈ ഒരു ചോദ്യം തന്നെയാണ് ഇയ്യോബിന്റെ കഥയെ ഇന്നും ഇത്രയേറെ പ്രസക്തമാക്കുന്നത്.